ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി ഈദ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് 3 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് വേണം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്കിതിൻ്റെ തൊലി മാറ്റിയതിന് ശേഷം നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ സ്ലൈസർ ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു സോസ് പാനിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇതുപോലെ സോസ് പാനിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം. 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 250 കപ്പിന് തന്നെയാണ്. ഇതുപോലെ 2 കപ്പ് പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഈ സമയത്തൊന്നും നമ്മൾ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇതിപ്പം നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല പോലെ തിളച്ചതിന് ശേഷം ഈ അടപ്പ് അങ്ങ് എടുത്ത് മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് തിളച്ച് മറിഞ്ഞു പോകും. ക്യാരറ്റ് നല്ല പോലെ തന്നെ അങ്ങ് വേവിച്ചെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ ക്യാരറ്റ് ഇവിടെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതുപോലെ ക്യാരറ്റ് നല്ല പോലെ വേവിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ്. അഥവാ നിങ്ങളെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം നമ്മൾ നേരത്തെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തെടുത്ത് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. കൂടെ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നല്ല പോലെ അങ്ങ് ചൂടാറി കിട്ടണം. അങ്ങനെ ഇപ്പം ഇതിൻ്റെ ചൂടെല്ലാം നന്നായിട്ട് ആറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇതിപ്പോൾ മുഴുവനായിട്ടും ഞാൻ ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ടകളൊന്നും കൂടാതെ നല്ല പോലെ അരച്ചെടുക്കണം. ഇനി നമുക്കിതുപോലൊരു സോസ് പാനിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇതിപ്പം കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ട് ഇതുപോലെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 കപ്പിന് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിത് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. അങ്ങനെ ഇതിപ്പം കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ ചൈന ഗ്രാസ് എല്ലാം നമുക്ക് നല്ല പോലെ ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഈ സമയത്ത് തന്നെ ഞാൻ മറ്റൊരടുപ്പിലേക്ക് നമ്മൾ ക്യാരറ്റിൻ്റെ ആ മിക്സും ഒന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ചൈന ഗ്രാസിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് അരിച്ചിട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിൻ്റെ മിക്സ് നമ്മൾ ഇതുപോലെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം. ഇതുപോലെ ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ഞാൻ നല്ല പോലെ അങ്ങ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം പെട്ടെന്ന് തന്നെ അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്ന പുഡിംഗ് പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കും. ഇതുപോലെ പാത്രത്തിലേക്ക് പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചൂടാറിയിട്ട് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. ഓവർനൈറ്റാണ് ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇതിപ്പോൾ ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പുഡിങ്ങെല്ലാം നല്ല പോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡെല്ലാം ഇതുപോലെ ഒന്ന് വിടിയിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ക്യാരറ്റ് പുഡിംഗ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.